Very good morning, dear students. Today we are going to discuss about the grand utility possibility frontier. It is an alternative approach where it involves both the Pareto optimality and social welfare function for determining the maximum social welfare. And this approach has been developed by F.M. Batter in his work on the simple analysis of welfare maximization. This work was published in 1957. In this approach, the issue of welfare maximization is analyzed from the perspective of general equilibrium, and also it attempts to remove the indeterminacy which is involved considerably with the Paretian optimum criteria, and also by integrating the grand utility possibility frontier and social welfare function. And so this approach, it will help to provide a unique and determinate solution of maximum social welfare and also the desired distribution among the members of the society. So dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള വെൽഫെയർ എക്കണോമിക്സിലെ മറ്റൊരു അപ്രോച്ചാണ്. ഇതൊരു ജനറൽ ഇക്വിലിബ്രിയം അപ്രോച്ചാണ്. കാരണം ഈ ജനറൽ ഇക്വിലിബ്രിയം അപ്രോച്ച് എന്ന് പറയാൻ കാരണം നമ്മളൊരു യുണീക്ക് മാക്സിമം സോഷ്യൽ വെൽഫെയർ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരേ സമയം പ്രൊഡക്ഷനും കൺസംഷൻ പ്രൊഡക്ഷൻ സെക്ടറിലെ ഇക്വിലിബ്രിയം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ എല്ലാം ഒരുമിച്ച് ഒറ്റൊരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു വെൽഫെയർ മാക്സിമൈസേഷൻ്റെ ജനറൽ ഇക്വിലിബ്രിയം അപ്രോച്ചാണ്. ഇതൊരു ആൾട്ടർനേറ്റീവ് അപ്രോച്ചാണ്. കാരണം ഇതിൽ പാരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയയും സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാക്സിമം സോഷ്യൽ വെൽഫെയർ എന്താ എന്നുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. ഈ ഒരു അപ്രോച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഫ്രാൻസിസ് എം ബാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്. അയാളുടെ 1957 ദ സിമ്പിൾ അനാലിസിസ് ഓഫ് വെൽഫെയർ മാക്സിമൈസേഷൻ എന്ന ആ ഒരു വർക്കിലാണ് ഈ ഒരു അപ്രോച്ച് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അപ്രോച്ചിലൂടെ പരോട്ടൻ ഒപ്റ്റിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതിന്റെ ലിമിറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഒരുപാട് ഇൻഡിറ്റർമിനസി ഉണ്ട്. ഒരു ഒപ്റ്റിമം വെൽഫെയർ എന്താ എന്നുള്ള കാര്യം പരോട്ടോ ഒപ്റ്റിമാലിറ്റി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ഇൻഡിറ്റർമിനസി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അങ്ങനെ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, ഇതെല്ലാം പരസ്പരം ഒരുമിച്ച് ഒരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം സോഷ്യൽ വെൽഫെയർ എങ്ങനെ, ഒരു യുണീക്ക് മാക്സിമം സോഷ്യൽ വെൽഫെയർ എങ്ങനെ തീരുമാനിക്കാം, അങ്ങനെ എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെ ആ ഒരു വെൽഫെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന ഈ അപ്രോച്ചിലൂടെ എഫ്.എം. ബാറ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്. നൗ നമ്മൾ ഈ ഒരു അപ്രോച്ചിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് there are various underlying assumptions which involved in this grand utility possibility frontier. Now let us see what are the various assumptions that comes under this. One assumption, it says that there are two productive factors that is involved in the production, labor and capital. And it is also assumed in this model that the unit of the productive factors, each of the factors are homogeneous and perfectly divisible. And also it is assumed that there are two firms that are producing two commodities or two products, that is X and Y. And also the production function concerning each firm is denoted by continuous negatively sloping convex isocont. And it means that the marginal rate of technical substitution, that is MRTS, between labor and care diminishes along the isocont. And the production is governed by the constant return to scale, and also indivisibility does not exist in the production process.
And it is also assumed in the consumption side that like the society is composed of two individuals, A and B. Okay. Each consumer has given an constant ordinal preference function, which is represented by a set of smooth, negatively sloping indifference curve that are convex to the origin. So this is the consumption side. And the other assumption is that like the consumer has the goal of utility maximization and firm has the goal of maximization of profit. And it is also assumed in this model that there is absence of external economies and these economies in both the production and the consumption. And the social welfare function is constant or Q1. It shows that aggregate welfare of the two individuals, A and B, and the distribution of the welfare between them within their respective preference scale. Okay, and also the assumption, which the other assumptions which says like the social welfare function is based upon the unique value judgment related to the distribution of two commodities between two individuals. So given this assumption, we are going to discuss the grand utility possibility frontier and how it has been derived to understand the maximum social welfare in this approach. So this is what the FM Batters approach to the maximum social welfare, and the Batters approach is addressed to the production problem, allocation problem and distribution problem. നമ്മൾ ഒരുപാട് അസംഷൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ഈ അസംഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാറ്റേഴ്സിന്റെ അപ്രോച്ച് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ബാറ്റേഴ്സ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പ്രൊഡക്ഷൻ പ്രോബ്ലവും അലോക്കേഷൻ പ്രോബ്ലവും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ഒക്കെ അഡ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രൊഡക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡീൽസ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി വെൽഫെയർ മാക്സിമൈസിങ് പ്രോഡക്റ്റ് മിക്സ്. അതായത് രണ്ട് കമ്മോഡിറ്റി എക്സ് ആൻഡ് വൈ എന്ന രണ്ട് കമ്മോഡിറ്റി വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രൊഡക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. Okay, and allocation problem is concerned with the determination of the welfare maximizing allocation of the productive resources in the production of two commodities. ഈ രണ്ട് കമ്മോഡിറ്റിയുടെ ഇടയിൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന റിസോഴ്സസിന്റെ ഒരു അലോക്കേഷൻ, മാക്സിമം അലോക്കേഷനുമായിട്ട് വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അലോക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ദിസ് അപ്രോച്ച് ഈസ് ഡീലിംഗ് വിത്ത് ദി ഓർ ബ്രിങ്ങിങ് forward the distribution problem. It means that the determination of the welfare maximizing distribution of the commodities between the two consumers A and B. അതായത് ഈ എ ബി എന്ന രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ ഈ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സ് വൈ എന്ന രണ്ട് കമ്മോഡിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 2x2 മോഡലിൽ എന്താണ് പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം, കൺസംഷൻ ഇക്വിലിബ്രിയം, സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം ഓഫ് ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നപ്പോൾ പ്രൊഡക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈ എന്ന രണ്ട് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷന്റെ കേസിൽ എങ്ങനെയാണ് ഫാക്ടേഴ്സ്, ഒരു വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, അലോക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എങ്ങനെയാണ് രണ്ട് കമ്മോഡിറ്റീസിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അലോക്കേഷൻ പ്രോബ്ലം എങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ ഈ രണ്ട് കമ്മോഡിറ്റി വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന കമ്മോഡിറ്റി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ ഒരു അനാലിസിസിൽ ബാറ്റർ ഫസ്റ്റ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് ഡിറൈവ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഫസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ നിന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഐസോകോണ്ട് വഴി റെപ്രസെന്റ് ചെയ്യുന്ന എഡ്ജ്വർത്ത് ബോക്സിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷന്റെ എഡ്ജ്വർത്ത് ബോക്സിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിന്നും ഫസ്റ്റ്
പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡിറൈവ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നും ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ആ PPCയിൽ നിന്നും ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡിറൈവ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിലൂടെ ഡിറ്റർമിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മാക്സിമം സോഷ്യൽ വെൽഫെയർ ആണ്. അങ്ങനെയുള്ള ഒരു വെൽഫെയർ പോയിന്റിനെ ദ പോയിന്റ് ഓഫ് കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്നാണ് പറയുന്നത്. അത് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറും സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനും ഒരുമിച്ച് ഒരൊറ്റ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു ഒപ്റ്റിമം പോയിന്റിനെയാണ് ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന ഈ അപ്രോച്ചിലൂടെ, അല്ലെങ്കിൽ ദ പോയിന്റ് ഓഫ് കൺസ്ട്രെയിൻഡ് ബ്ലിസ് എന്ന ഒരു കൺസെപ്റ്റിലൂടെ ഒരു മാക്സിമം സോഷ്യൽ വെൽഫെയർ എന്നുള്ള ഒരു കാര്യം അഡ്രസ് ചെയ്യുന്നത്. സോ ഈ ബാറ്റർ ഫസ്റ്റ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡിറൈവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിന്നാണ്. നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ ഏതൊരു പോയിന്റും ഒരു ഒപ്റ്റിമം പോയിന്റ് ആണ്. ആ തന്നിട്ടുള്ള പോയിന്റിൽ നിന്ന് രണ്ട് കമ്മോഡിറ്റിയുടെ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റിയുടെ പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഇവിടെ ബാറ്റർ എഡ്ജ്വർത്ത്, ഈ ഔട്ട്പുട്ട് സ്പേസിലുള്ള എഡ്ജ്വർത്ത് ബോക്സ് ആണ് ഈ ബാറ്റർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഔട്ട്പുട്ട് സ്പേസിലുള്ള എഡ്ജ്വർത്ത് ബോക്സിന് ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും. AB എന്ന രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഗ്രാഫിക്കലി ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് സ്പേസിലെ ഇൻഡിഫറൻസ് കർവ്, നമ്മൾ രണ്ട് ഇൻഡിവിജ്വലിന്റെ ഇൻഡിഫറൻസ് കർവ് വരക്കുന്നുണ്ട്. ഈ ഇൻഡിഫറൻസ് കർവുകളുടെ ഇടയിലുള്ള ടാൻജൻസി നമുക്കൊരു കോൺട്രാക്ട് കർവ് കിട്ടുന്നുണ്ട്. എക്സ്ചേഞ്ചില് കോൺട്രാക്ട് കർവ് ഫോർ ദി എക്സ്ചേഞ്ച് നമുക്ക് ലഭിക്കും ഈ ഒരു രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ ടാൻജൻസി പോയിന്റുകളിലൂടെ. ഇത് രണ്ട് കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ രണ്ട് കമ്മോഡിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഒരു പരോറ്റോ ഒപ്റ്റിമൽ, ഈ ടാൻജൻസി പോയിന്റിലൂടെ നമുക്കൊരു പരോറ്റോ ഒപ്റ്റിമൽ പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലുള്ള പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് MRPT(xy) that is equal to MRS(xy) of individual A that will be equal to MRS(xy) of individual B. All these aspects that we have already covered, and for the just of the analysis of summary kind of like we are again looking into the like marginal rate of product transformation between X and Y. അതായത് ഈ എഡ്ജ്വർത്ത് ബോക്സ് ഫോർ എക്സ്ചേഞ്ചില് നമ്മൾ കണ്ടിട്ടുള്ള ഈ കോൺട്രാക്ട് കർവില് ഈ പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഈ പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷനിലെയും കൺസംഷനിലെയും ഒരുമിച്ചുള്ള ഒരു ഇക്വിലിബ്രിയം ആണ്. ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ് നമ്മൾ പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷനിലെ MRPT(xy) that will be equal to MRS(xy) of individual A and MRS(xy) of individual B. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നിടത്ത് നമ്മൾ പറയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവ്, രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ഈക്വൽ ആണ്. അപ്പോൾ ഇത് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ആണ്. നമുക്കറിയാം പ്രൊഡക്ഷൻ പോസിബിലിറ്റി പോയിന്റിൽ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ വ്യത്യസ്ത പോയിന്റുകളിൽ ഡിഫറെന്റ് പരോറ്റോ ഒപ്റ്റിമം പോയിന്റുകൾ നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വേറൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ വേറൊരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്നും നമ്മളൊരു എഡ്ജ്വർത്ത് എക്സ്ചേഞ്ചിന്റെ കോൺട്രാക്ട് കർവ് വരക്കുകയാണെങ്കിൽ, ഒരു പുതിയൊരു വേറൊരു എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം വരക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ്ചേഞ്ചിൽ വേറൊരു കോൺട്രാക്ട് കർവ് വരക്കുമ്പോൾ ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൺസംഷനിലെയും ഒരു ഇക്വിലിബ്രിയം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മീൻസ് ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഒരു പരോറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന വേറൊരു പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ
എങ്ങനെയാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇനി പറയുന്ന ഫിഗറിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഫിഗറിൽ നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു PPC ഉണ്ട്. ഈ PPC P1 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിലെ ഒരു ഒപ്റ്റിമം പോയിന്റ് ആണ് C'3 എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമം പോയിന്റ്. പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലെറ്റ് us suppose that the initial equilibrium is C'3. ഈ C'3ക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു ഈ ഒരു ഔട്ട്പുട്ട് സ്പേസിൽ നമ്മൾ വേറൊരു എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം വരക്കാം. മീൻസ് OEC'3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഈ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാമാണ് കൺസംഷന്റെ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ C3ക്ക് ഈ ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബോക്സിന്റെ ഉള്ളില് നമുക്ക് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ പ്രിഫറൻസസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവിലൂടെ. അതായത് A1 A2 A3 A4 for individual A and B1 B2 B3 and B4 as the indifference curve for individual B. അങ്ങനെ ഈ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ പ്രിഫറൻസസ് നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവിലൂടെ നമുക്ക് ഈ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിൽ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ഈ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇൻഡിഫറൻസ് കർവുകൾ ടാൻജന്റ് ആയിട്ട് വരുന്ന പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് ഡയഗ്രത്തിന്റെ ഉള്ളിൽ നമുക്ക് കൺസംഷനിലെ എഡ്ജ്വർത്ത് കോൺട്രാക്ട് കർവ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ C3 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു R2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതാണ് കൺസംഷനിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ കാരണം ഈ C3 പാരലൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് R2 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ NN എന്ന് പറയുന്ന പ്രൈസ് ലൈനും M എന്ന് പറയുന്ന പ്രൈസ് ലൈനും പാരലൽ ആണ്. അപ്പൊ C'3 എന്ന് പറയുന്നത് കൺസംഷനിലെ ഇക്വിലിബ്രിയം ആണെങ്കിൽ M എന്ന് പറയുന്ന മീൻസ് R2 എന്ന് പറയുന്ന ആ പോയിന്റ് കൺസംഷനിലെ ഇക്വിലിബ്രിയം ആണ്. C'3 എന്ന് പറയുന്നത് പ്രൊഡക്ഷനിലെ ഇക്വിലിബ്രിയവും R2 എന്ന് പറയുന്നത് കൺസംഷനിലെ ഇക്വിലിബ്രിയം ആണ്. ഇതൊക്കെ നമ്മൾ 2x2x2 മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ C3ക്ക് പാരലൽ ആയിട്ട് വരുന്ന ഈ പോയിന്റ് ആണ് R2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷനിലെയും കൺസംഷനിലെയും സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ MRPT XY that will be equal to MRS XY of individual A equal to MRS XY of individual B എന്ന് പറയുന്ന പരട്ടോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ലഭിക്കുന്ന ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള, അതായത് C3 എന്ന ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R2 എന്ന് പറയുന്ന കൺസംഷനിലെയും ഇക്വിലിബ്രിയത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡിറൈവ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് ഈ U1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ R1 R2 R3 R4 എന്ന് പറഞ്ഞ അതേ പോയിന്റുകൾ നമ്മളിവിടെ R1 R2 R3 R4 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു കർവ് കിട്ടിയിട്ടുണ്ട്. അതിനാണ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് C'3 എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിലെ ഒപ്റ്റിമം പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള U1 എന്ന് പറയുന്ന ഈ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ വേറെ ഒരു ഒപ്റ്റിമം പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഇതേപോലെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ
2 എന്നുള്ള ഒപ്റ്റിമം പോയിന്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വേറൊരു പ്രൊഡക്ഷൻ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ള U2 U3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒപ്റ്റിമം പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്രയും വേറെ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഇതേപോലെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. C-3 R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് U1. അതേപോലെ നമുക്ക് എത്രയും അതുപോലെ വേറെ എത്രയും യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൂട്ടം യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ അതെല്ലാം ഒരുമിച്ച് ഡ്രോ ചെയ്തിട്ടുള്ള ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്ക് അങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ S1 S2 എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിന്റ് ഉണ്ട്. ഈ S1 എന്ന് പറയുന്ന പോയിന്റിൽ സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എന്നുള്ള ഒരു പരാട്ടോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ S1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ MRPT XY is equal to MRS XY of individual A is equal to MRS XY of individual B. അതേപോലെ S2 എന്ന് പറയുന്ന, അതായത് ഇവിടെ നമ്മൾ വേറെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന് വരുന്ന വേറൊരു ഒപ്റ്റിമം പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് ഇവിടെ U2 U3 എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള പ്രൊഡക്ഷനിലെയും കൺസംഷനിലെയും ഒരുമിച്ചിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഇവിടെ S2 എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഈ 2 S1 S2 എന്ന് പറയുന്ന പോയിന്റുകള് ഒരുമിച്ച് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ഒരു കർവിനെയാണ് നമ്മൾ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡിറൈവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡിറൈവ് ചെയ്യുന്നു എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിൽ നിന്ന്. ആ ഒരു PPCയിൽ നിന്ന് നമ്മൾ ഒരു ഔട്ട്പുട്ട് സ്പേസിൽ എക്സ്ചേഞ്ചിലെ കോൺട്രാക്ട് കർവ് ഡിറൈവ് ചെയ്യുന്നു. അങ്ങനെ കൺസംഷനിലെയും പരാട്ടോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ നമ്മൾ കാണുന്നു. അങ്ങനെ പ്രൊഡക്ഷനിലും കൺസംഷനിലും ഒരുമിച്ച് ഇക്വിലിബ്രിയം ആകുമ്പോൾ MRPT XY, MRS XYA, MRS XYB എന്ന് പറയുന്ന ഒരു പരാട്ടോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമം പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ വരക്കും U1. അങ്ങനെ ഏതൊരു ഒപ്റ്റിമം പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വ്യത്യസ്ത യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലെ ഒപ്റ്റിമം പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ വരക്കുന്ന ഒരു കർവാണ് ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറും സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിലെ ഒരു ഒപ്റ്റിമം സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷന് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഒരു പോയിന്റ് ഓഫ് കൺസ്ട്രെയിൻഡ് അല്ലെങ്കിൽ യുണീക്ക് ഒപ്റ്റിമം മാക്സിമം സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാൻഡ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ, താങ്ക് യു.